വിളിച്ചിട്ടുണ്ട് ബോബി ചെമ്മണ്ണൂർ നമുക്കൊപ്പം ലൈനിലുണ്ട്. ബോബി ചെമ്മണ്ണൂരുമായി നമുക്കൊന്ന് സംസാരിക്കാം. ഹലോ, ഗുഡ് ഈവനിങ് ബോബി ചെമ്മണ്ണൂർ. നമസ്കാരം. വെരി ഗുഡ് ഈവനിങ്. ബോബി ചെമ്മണ്ണൂർ, കേസായല്ലോ, സ്ത്രീത്വത്തെ അപമാനിച്ചടക്കമാണ് കേസ്. IT ആക്ട് അടക്കം ഇട്ടിട്ടുണ്ട്. കുഴപ്പമാവോ? അറിയില്ല എന്താണെന്ന്. അല്ല, ഇതിൽ ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ താങ്കൾ കേട്ടിരുന്നോ? കേട്ടിരുന്നു. അങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടായിരുന്നോ ശ്രീ ബോബി ചെമ്മണ്ണൂർ? അതിപ്പോ കുന്തി ദേവി എന്ന് പറയുകയുണ്ടായി. അത് രണ്ട് ഉദ്ഘാടനത്തിന് വന്നിരുന്നു നമ്മുടെ. അപ്പൊ അതില് ഞങ്ങള് മഹാഭാരതം റിലേറ്റഡ് ആയ കഥയുമായി ബന്ധപ്പെട്ടായിരുന്നു താങ്കൾ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ എന്തെങ്കിലും ചടങ്ങോ അങ്ങനെ എന്തെങ്കിലും? അല്ല, ഇതില് സീരിയൽ ഉണ്ടല്ലോ ഹിന്ദിയില്, അതിലൊരു കഥാപാത്രം ഉണ്ട് ഇവരോട് സാദൃശ്യമുള്ളത്. അപ്പൊ അവരുമായിട്ട് ഞാൻ പറഞ്ഞു, അതിന്റെ ഒരു സാദൃശ്യം ഞാൻ പറയുകയുണ്ടായി. പക്ഷെ അത് അവര് ആ സെൻസിൽ തന്നെ എടുത്തിട്ടുള്ളായിരുന്നു. തുടർച്ചയായിട്ട് താങ്കൾ പറഞ്ഞല്ലേ, ഒന്നിൽ കൂടുതൽ തവണ പറഞ്ഞോ? അല്ല, അതൊരു പ്രാവശ്യം പറഞ്ഞുള്ളൂ. പിന്നെ അടുത്ത ഇനാഗ്രേഷൻ ഇതുപോലെ വേറെ എന്തോ ഒരു കാര്യം പറഞ്ഞുണ്ടായി. സ്ഥിരമായിട്ട് ഇങ്ങനെ ഉപമകൾ ഇങ്ങനെ പറയേണ്ടത് ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ ബോബി ചെമ്മണ്ണൂർ? അതായത് അവർക്ക് അത്ര കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിയ സാഹചര്യത്തിൽ? അല്ല, ഇതിപ്പോ അവരെ വിളിച്ചത് മാർക്കറ്റിംഗ്, സെയിൽസ്, അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ, പ്രൊമോട്ട് ചെയ്യാനല്ലേ വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്റൻഷനും അത്രയേ ഉള്ളൂ. നമ്മള് ഡാൻസ് കളിച്ച് ഒരുമിച്ച് ആഭരണങ്ങൾ ഇട്ട് കൊടുത്തു. വളരെ അവർക്കൊരു വിയോജിപ്പും അവര് കംഫർട്ടബിൾ അല്ലെന്നും ബോബി ചെമ്മണ്ണൂർ തിരിച്ചറിയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ശരിക്കും എനിക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല, ഇന്നാണ് കൊടുത്തത്. ഇത് 4-5 ദിവസം മുമ്പ് കേസ് കൊടുത്തിട്ടുള്ളവര് അവരുടെ പോസ്റ്റിൽ ഒരുപാട് പേര് മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. ഞാൻ കുന്തി ദേവി എന്ന് പറഞ്ഞത് അത് വെച്ചിട്ട് മാറ്റി വേറെ തരത്തിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. കൊടുത്തു. അങ്ങേക്ക് ഇപ്പൊ മറ്റെത്രയോ കഥാപാത്രങ്ങൾ പറയാമായിരുന്നു. നമ്മളാരും അധികം അങ്ങ് കണ്ടിരുന്നോ ഈ മഹാഭാരതത്തിൽ അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടോ? ഉണ്ട്. ഒരു ഹിന്ദി സീരിയലുണ്ട്. അവരുടെ നടിയുടെ പേരറിയുമോ താങ്കൾക്ക്? പേരിപ്പോ ഓർമ്മയില്ല. ഞാൻ പക്ഷെ അവരെ ഓർമ്മയുണ്ട്, പേരോർമ്മയില്ല. പേരിപ്പോ ഓർമ്മയില്ല എനിക്ക് സീരിയലില്. അപ്പൊ നമ്മൾ അത് പറയുമ്പോൾ ഇതുപോലെ മറ്റുള്ളവർ അവരെ മോശമായി ചിത്രീകരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടല്ലോ. കുന്തി ദേവി എന്നുള്ള ഒരു വാക്ക് അല്ല, താങ്കൾ അങ്ങനെ പ്രയോഗം നടത്തിയത് കൊണ്ടാണ് ബാക്കിയുള്ളവർ പിന്നെ വലിയ ധൈര്യത്തോടു കൂടി ആ പ്രയോഗങ്ങൾ ഏറ്റെടുത്തത്. അപ്പൊ അങ്ങനെ ഒരു പ്രയോഗം താങ്കൾ അറിഞ്ഞോ അറിയാതെയോ നടത്തിയത് അതിനൊരു കാരണമായിട്ടുണ്ടെങ്കിൽ അവരോടൊരു സോറി പറയാമായിരുന്നില്ലേ? അല്ല, അവരുടെ അടുത്ത് സോറി പറയണോണ്ട് യാതൊരു വിരോധമില്ല. നമ്മൾ മനഃപൂർവ്വം ചെയ്തിട്ടില്ല എങ്കിൽ പോലും അവർക്ക് അങ്ങനെ മാപ്പ് പറയുന്നു. അങ്ങനെയുണ്ടെങ്കിൽ ഖേദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കൊണ്ട് ഒരാൾക്കൊരു വിഷമം അറിഞ്ഞോ അറിയാതെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇവിടെ അറിഞ്ഞൊന്നും ചെയ്തിട്ടില്ല ഉണ്ടായെങ്കിൽ പോലും നമുക്ക് അതിൽ വിഷമമുണ്ട് അങ്ങനെ വന്നതിൽ. തീർച്ചയായിട്ടും അതിന് സോറി പറയണോണ്ട് എന്താണ്, നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെയൊക്കെ ആയി എന്നുള്ളതാണ്. മാത്രമല്ല, ഇനി അവരെ കുറിച്ച് അങ്ങനെ ഒരു കമന്റും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലെ? ഇനി അത് നിർത്തി? തീർച്ചയായിട്ടും ഇല്ല. നമ്മളിപ്പോ അതേ സെൻസിൽ എടുക്കുന്നവരുടെ അടുത്ത് നമ്മൾ തമാശ പറയാറുണ്ട്. എത്രയോ പേരുടെ അടുത്ത് എത്രയോ നടന്മാരും നടിമാരൊക്കെ വന്നിട്ടുണ്ട്. നടന്മാരോടും നടിമാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഈ താങ്കളുടെ ജുവലറിയുമായി ബന്ധപ്പെട്ട പ്രൊമോഷൻ ആണോ ഈ ഹണി റോസിനെ വിളിച്ചത് താങ്കൾ? അതെ, ഇനാഗ്രേഷൻ ആണ് വിളിച്ചിട്ടുള്ളത്. പക്ഷെ ആ സമയത്തൊന്നും ഹണി റോസ് അങ്ങനെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ലേ? ഈ കംഫർട്ട് അല്ല എന്ന് താങ്കളോട് നേരിട്ട് പറഞ്ഞിരുന്നില്ലേ? എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. മാനേജറുടെ അടുത്ത് പറഞ്ഞിരുന്നു, അങ്ങനെ പറയുമ്പോ ഒന്ന് സൂക്ഷിച്ച് പറയണം എന്നൊക്കെ. പക്ഷെ എന്നിട്ടും താങ്കൾ ശ്രദ്ധിക്കാതെ പോയി എന്നതാണ് അവരുടെ ആക്ഷേപം. അല്ല, അതിനുശേഷം ഇനാഗ്രേഷന് പിന്നെ ഉണ്ടായിട്ടില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ പിന്നീട് താങ്കൾ പറഞ്ഞിരുന്നു അതിനുശേഷം? എന്നെ ഇന്റർവ്യൂ ചെയ്തിരുന്നു. ഇന്റർവ്യൂ ചെയ്തപ്പോ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വളരെ പോസിറ്റീവ് ആയിട്ട്, അതായത് ഈ സിനിമ ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നവരെ ഇന്റർവ്യൂ ചെയ്യുന്ന പെൺകുട്ടി എന്റെ അടുത്ത് ചോദിച്ചിരുന്നു, സോഷ്യൽ മീഡിയയിൽ ഹണി റോസിന്റെ പോസ്റ്റിലൊക്കെ ഒരുപാട് പേര് ബോച്ചെ പറഞ്ഞതല്ലാതെ വളച്ചൊടിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ഇപ്പൊ പലരും പറയുന്നു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല എന്ന് പറയുകയും, അങ്ങനത്തെ ഇതില് പിന്നെ ഞാൻ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് ആ വീഡിയോ മുഴുവൻ. കാരണം അതിൽ പീസ് മുറിച്ചിട്ടിട്ടാണ് പലരും ഇടുന്നത് ചില ഭാഗങ്ങൾ. പക്ഷേ അതൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൊതുസമൂഹം അങ്ങനെ ദ്വയാർത്ഥ പ്രയോഗം പൊതുവെ അംഗീകരിക്കില്ല. പെട്ടെന്നൊരു കൈയടിയൊക്കെ കിട്ടുമെങ്കിലും സമൂഹ മാധ്യമത്തിൽ ചില ആളുകളൊക്കെ പിന്തുടരുമെങ്കിലും ഇപ്പോൾ നമ്മൾ ചോദിച്ച 10-ൽ 10 പേരും താങ്കൾക്കെതിരെയാണ് അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതങ്ങ് ശ്രദ്ധിക്കുമായിരിക്കും അല്ലെ? ഇനിയിപ്പോ എന്തായാലും അതെ, ഇതിപ്പോ എന്താ പറയാ, ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് തമാശയായിട്ട് എടുക്കുന്നുണ്ട്. ആ സെൻസിൽ കുറെ പേര് അത് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. രണ്ട് പക്ഷം. എന്തായാലും ഈ ഹണി റോസിന് അങ്ങനെ വിഷമം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതിന് താൻ കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ താൻ നിർവ്യാജമായിട്ട് ഖേദിക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും ഞാൻ കാരണം ഒരാൾക്കൊരു വിഷമം ഉണ്ടാവരുത് പൊതുവെ. അതിപ്പോ ഞാൻ അല്ലെങ്കിലും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ്. ഒരാളെയും ഉപദ്രവിക്കാൻ പോകുന്ന ആളല്ല. അങ്ങനെയാണ്. ശരി ബോബി ചെമ്മണ്ണൂർ, താങ്ക് യു. എന്തായാലും നിയമപരമായി നേരിടുക. കേസായ സ്ഥിതിക്ക് ഇനി ഈ മാപ്പ് കൊണ്ട് അവസാനിക്കുമെന്ന് അറിയില്ല. ബാക്കി ഹണി റോസാണ് തീരുമാനിക്കേണ്ടത്.